സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു പോയതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അത് ഞങ്ങൾ ഷട്ടറിങ് ഒക്കെ ചെയ്ത് ഇന്ന് അത് പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ രാവിലെ വന്നിട്ട് ഇത് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന മുമ്പേ കോൺക്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്ക് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവായിരിക്കും, കാരണം നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് നല്ല ചൂടാണ്. അപ്പോൾ ഞങ്ങൾ മേളിൽ ടോപ്പിൽ ടാർപ്പ കെട്ടി. അപ്പോൾ ആ ടാർപ്പയുടെ വെട്ടമാണ് ഈ നീല കളർ പോലെ കാണിക്കുന്നത്. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് അതങ്ങ് മാറും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമോ അത്രത്തോളം കാണണം. കാരണം ഇതിപ്പോൾ ഞങ്ങൾ വർക്ക് കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് ചോദിച്ചു, വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് തേക്കുമ്പോൾ ഒരു ഭംഗിക്കേടല്ലേ എന്നും നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഭംഗിക്കേടാണ്, കാരണം വീടിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സെപ്പറേറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ ആ ഒരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബോർഡർ കൊടുക്കാം. കാരണം വർക്ക് സിമ്പിളായിട്ട്, കാരണം പല മോഡലും ഇതിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പണി ഒരുപാട് കൂടും. കാരണം ഇപ്പോൾ തന്നെ അവർക്ക് വീട് വെച്ച് ഈ ബേസ്മെൻറ്റിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അടിയിൽ ഗ്രൗട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. പല ആൾക്കാർക്ക് അറിഞ്ഞൂടാ. കാരണം ഈ ഗ്രൗട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴവെള്ളം ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ചെവരിൽ പിടിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അടിയിൽ ഗ്രൗട്ട് വയ്ക്കുന്നത്. ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളോ ബ്രിക്സ് ആയാലും കോൺക്രീറ്റ് ആയാലും അതിൽ ഈർപ്പം പിടിക്കത്തില്ല. പിന്നെ ഇതാണ് നമ്മൾ കാണുന്ന ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഫുള്ള് ബോർഡർ കൊടുക്കാം, അതായത് 2 ഇഞ്ച് വീതിക്ക് കംപ്ലീറ്റും ബോർഡർ കൊടുക്കാമെന്ന് കരുതി. കാരണം അതാകുമ്പോൾ കാണുന്നവർക്ക് ഒരു ഇത് തോന്നത്തില്ല. പിന്നെ ഈ സൈഡ് മുഴുവനും ടോപ്പിൽ മാത്രം ഓരോ ബോർഡർ. അപ്പം ഒരു വൃത്തിയേട് കാണത്തില്ല. കാരണം നമുക്ക് പല മോഡൽ കൊടുക്കാം. ഇപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ഈ മോഡലല്ല വേറെ ബോർഡർ വേറെ ഡിസൈൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. കാരണം ക്ലയൻറ്റിന് മാക്സിമം നമ്മൾ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ അവർക്ക് ഈ ഒരു ബേസ്മെൻറ്റ് ഇങ്ങനെ വന്നതിൽ തന്നെ അവർക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഉറപ്പ് കൊടുത്തു, ഇനി സ്ട്രോങ് ആക്കി തരാം എന്നൊരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അത് സൈഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ലെവൽ ചെയ്ത്, അതായത് ബേസ്മെൻറ്റിന് ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ വീട് വയ്ക്കാൻ നേരത്ത് അതായത് ക്ലയൻറ്റ് വീട്ടിൻ്റെ ഓണർ അവരെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നഷ്ടം വരാൻ കാരണം. അപ്പോൾ നമുക്ക് ഇന്നത്തോടെ ഇവിടുത്തെ വർക്ക് കഴിയും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു ബോർഡറും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള പണിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന പണി നമ്മൾ നീറ്റായിട്ട് ചെയ്യണം. കുറച്ച് സമയം എടുത്താൽ പോലും നമ്മൾ ചെയ്യുന്ന പണി അത്രയ്ക്ക് പെർഫെക്ഷനായിട്ടേ ചെയ്യത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് കാണുന്ന ആൾക്കാർ വന്ന് നമ്മളെയും കുറ്റം പറയും. അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും സ്പീഡ് വർക്കും അതുപോലെ തന്നെ നീറ്റ് വർക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. ഇതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരും കൂടി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണണം. ഇനി നമുക്ക് കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് വീഡിയോ കാണാം. കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ കാണാം.
ഇതിപ്പോൾ ഞങ്ങൾ 2 ഇഞ്ച് കനത്തിന് 5, അതായത് 2 ഇഞ്ച് ബോർഡർ, 5 ഇഞ്ച് ഗ്യാപ്പ്, അങ്ങനെ 5 ബോർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു ചന്തം വീഴുന്നിട്ടുണ്ട്. കാരണം പ്ലെയിൻ ചുവരിനേക്കാളും കുറച്ച് ചന്തം വീഴുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെയിൻ്റൊക്കെ അടിച്ച് ബോർഡറിൽ വേറൊരു കളർ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ബോർഡർ കൊടുത്തത്, ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യം തന്നെ ഇപ്പം ഒന്നും കൂടി പറയാണ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ഇടുന്നത്. കാരണം കൺസ്ട്രക്ഷൻ വർക്ക്, വീട് പണിയുമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.